നാണാണയിട്ടാൽ 1965 MGR ചിത്രമായ എങ്ക വീട്ടു പിള്ളയിലെ ഈ ഗാനം ഇന്നും ട്രെൻഡിങ് ആണ്. പക്ഷേ വിജയുടെ രണ്ടാം പോസ്റ്ററിൽ നാണാണ് ഇട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാട്ടവാറ് വെച്ച് വിജയുടെ ഈ ലുക്ക് സത്യം പറഞ്ഞാൽ വിജയ് ഇസ് ഇൻ ടു സീരിയസ് ബിസിനസ്, നിസ്സംശയം പറയാൻ പറ്റും. തൻ്റെ അവസാനത്തെ ചിത്രം തൻ്റെ പൊളിറ്റിക്സ് തുറന്നു കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിജയും എച്ച് വിനോദും ഒരുമിച്ച് കൈകോർത്തിരിക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ജനനായകന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുന്നത്. വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ജനുവരി 26 എന്ന ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ്. വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ മറ്റൊരു തലത്തിലേക്ക്, സിനിമയിലേക്കും കൂടി അദ്ദേഹം ചുവട് വെക്കുന്നു. രാഷ്ട്രീയക്കാരൻ സിനിമയിലേക്ക് ചുവട് വെക്കുന്ന ഒരു ദിനവും കൂടിയായി ഇന്ന് മാറ്റപ്പെടുകയും 2026 ഇലക്ഷൻസിന് വേണ്ടി വിജയ് മുന്നോട്ട് വെക്കുമ്പോൾ 2025 ജനുവരിയിൽ തന്നെ വിജയ് പണി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുൻപേ തന്നെ അദ്ദേഹം നടത്തിയ സമ്മേളനങ്ങളൊക്കെ ചർച്ചയാണ്. പക്ഷേ സിനിമയിലേക്ക് അത് കാര്യങ്ങൾ മാറുമ്പോഴേക്കുമാണ് മറ്റൊരു തലത്തിലേക്ക് വിജയ് എന്ന നടൻ മാറുന്നത് എന്ന് പറയാൻ പറ്റും. ജനനായകൻ എന്ന വിജയ് ചിത്രം, അപ്പോൾ വിജയുടെ അവസാനത്തെ ചിത്രം ദളപതി 69 ഇനി മുതൽ ജനനായകനാണ്. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ പൂജ ഹെഗ്ഡെ, നരയൻ അങ്ങനെ തുടങ്ങി വമ്പൻ താരനിലയുണ്ട്. പ്രകാശ് രാജ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷേ വിജയുടെ പൊളിറ്റിക്സ് സംസാരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണോ ഈ ചിത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ 90% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഈ രണ്ട് പോസ്റ്ററിൽ കാര്യങ്ങൾ വ്യക്തമാണ്. TVK MGRനെ കൂട്ടുപിടിക്കുകയാണെന്നൊരു വലിയ ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. എന്തായാലും തമിഴക വെട്രിക്കഴകം ഒരു വലിയ ഓളം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. വിജയ് എല്ലായിടത്തും അതിനുള്ള പ്രചരണ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിജയ് ഏത് നീക്കവും സിനിമാ മേഖലയിൽ പോലും നടത്തിയാൽ പോലും അതൊരു വലിയ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ ആ ഒരു രീതിയിലേക്കാണ് ജനനായകന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചർച്ചയാക്കപ്പെടുകയായിരുന്നു. അതിൽ വിജയ് ഒരു സെൽഫി എടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരുപാട് തമിഴ് മക്കൾ എന്ന രീതിയിലേക്ക് ഓരോരോ ക്യാരക്ടറൈസേഷൻസ് ആണ്, ഓരോരോ ചിന്തകളാണ്. അവരുടെ മുന്നിൽ നിന്നുകൊണ്ടൊരു നായകനെ പോലെ സെൽഫി എടുക്കുകയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ. സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് പക്ഷേ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലുക്ക് 11 മണിക്ക് റിലീസ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ലുക്ക് വൈകുന്നേരം 4 മണിക്കാണ് റിലീസിനെത്തുന്നത്. സാധാരണയായി ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വിജയ് ചിത്രങ്ങളിൽ വരുമ്പോൾ ഒന്നുകിൽ വിജയുടെ പിറന്നാൾ ദിനത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിടും, 12 മണിക്ക് അർദ്ധരാത്രി 12 മണിക്കാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വിടുന്നത്. അതിൽ സെക്കൻഡ് ലുക്ക് തന്നെയായിരിക്കും വിജയ് ചിത്രങ്ങളിൽ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റർ. പക്ഷേ ഇത്തവണ പിറന്നാളൊന്നുമല്ല, റിപ്പബ്ലിക് ദിനത്തിൽ ഈ രണ്ട് പോസ്റ്റർ പുറത്തു വിടുമ്പോൾ തന്നെ പൊളിറ്റിക്സ് എന്നൊരു വലിയ ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും രണ്ടാമത്തെ പോസ്റ്ററിൽ പ്രത്യേകിച്ച് പറയേണ്ടത്. എന്തായാലും നാനാണ് ഇട്ടാൽ എന്ന് പോസ്റ്ററിൽ ഇട്ടിട്ട് ഒരു ചാട്ടവാർ വെച്ച് വിജയ് നിൽക്കുമ്പോഴേക്കും MGR റെഫറൻസുകൾ ഓട്ടോമാറ്റിക്കലി വരും. അത് തൻ്റെ രാഷ്ട്രീയത്തിലും കൂടി ഇടകലർന്ന് തന്നെ പ്രേക്ഷകർ സംസാരിക്കും എന്നുള്ളത് ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. നമ്മളിപ്പോൾ ഇനി അത് പൊളിറ്റിക്സ് ആയിട്ട് എന്തിനാണ് കൂട്ടുന്നത്, സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മറുപടി പറയുന്നത്. എന്തായാലും ഞാനാണ് ഇട്ടാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുമെന്നുള്ള വിജയുടെ ആ ഒരു ടാഗ് ലൈൻ എന്തായാലും അത് തന്നെയായിരിക്കും പൊളിറ്റിക്സിലും വിജയ് കാലെടുത്ത് വെക്കുമ്പോഴേക്കും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഗോട്ട് എന്ന ചിത്രം, അതിൽ തന്നെ പല പല റെഫറൻസുകൾ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ പാട്ടിൽ തന്നെ ക്യാമ്പയിൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് പാട്ട് വിസിൽ പോഡ് പാട്ടിൽ തന്നെ അതിൻ്റെ റെഫറൻസ് ഉണ്ട്. വിജയുടെ കാറിലെ നമ്പർ പ്ലേറ്റിൽ CM 2026 എന്ന് കാണാം. അങ്ങനെ പല പല റെഫറൻസുകളുണ്ട്. എന്തായാലും ഗോട്ടിൻ്റെ ആ ഒരു സമയത്താണ് വിജയ് പൊളിറ്റിക്കൽ എൻട്രി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പൊളിറ്റിക്സ് മാത്രം സംസാരിക്കാൻ വേണ്ടി ഒരു സിനിമയും കൂടി ഇരിക്കുകയാണ്. ടോർച്ച് ബെയറർ ഓഫ് ഡെമോക്രസി എന്നാണ് അതായത് അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ വിജയ് പടത്തിന് കൊടുത്തിരുന്ന ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായി ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നവെന്നോ എന്ത് വേണമെങ്കിലൊക്കെ നമുക്ക് വിളിക്കാം, പല പല വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അതായത് അനൗൺസ്മെൻറ്റ് പോസ്റ്റർ മാറി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നു, സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരുന്നു. എല്ലാം കൃത്യമാണ്. വിജയുടെ രാഷ്ട്രീയം വിജയ് സംസാരിക്കുന്നു എന്നുള്ള കൃത്യമായ ധാരണകളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. വരുന്ന അപ്ഡേറ്റുകൾ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്നതൊക്കെ തന്നെ വിജയുടെ രാഷ്ട്രീയ ചുവടുവെപ്പ് ഈ സിനിമയിലൂടെയാണെന്നുള്ളതാണ്. മറുവശത്ത് വിജയ് എതിർക്കുന്നവരുണ്ട് കേട്ടോ. കാരണം സിനിമയിലെ രാഷ്ട്രീയം കലർത്തുന്നു, സിനിമയിൽ എന്തിനാണ് പൊളിറ്റിക്സ് കലർത്തുന്നത്, പൊളിറ്റിക്സ് മറ്റൊരു വേദിയിൽ വിജയ്ക്ക് അവതരിപ്പിക്കാമല്ലോ. കാരണം പാർട്ടി രൂപീകരിച്ചു, അതിനുശേഷം വിജയ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. TVKയുടെ പ്രചരണവും TVK വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സിനിമയിൽ എന്തിനാണ് ഇത് കലർത്തുന്നത്, സിനിമയിൽ പൊളിറ്റിക്സ് കലർത്തേണ്ട ആവശ്യമുണ്ടോ? കാരണം വിജയെ ആളുകൾ സ്നേഹിച്ചത് രാഷ്ട്രീയം കണ്ടിട്ടല്ല, വിജയുടെ എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള സിനിമകൾ കണ്ടിട്ടാണ്. ബോക്സ് ഓഫീസിൽ ആളുകൾ ഇടിച്ചു കയറുന്നതും വിജയുടെ രാഷ്ട്രീയം കണ്ടിട്ടല്ല, വിജയ് എന്ന നടൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊണ്ട് മാത്രമാണ്. ആ ഒരു ഘട്ടത്തിൽ
എന്തിനാണ് സിനിമയിൽ പൊളിറ്റിക്സ് കലർത്തുന്നത് ഒരു ചോദ്യം മറുവശത്തുമുണ്ട്. പക്ഷേ എന്തായാലും അവസാനത്തെ സിനിമ തളപതി 69 ജനനായകനായി മാറുമ്പോഴേക്കും ആ ടൈറ്റിൽ തന്നെ ഉണ്ട് കാര്യം, ജനനായകൻ. അപ്പോൾ ആ നായകൻ തിരശീലയിൽ മാത്രമല്ല അത് യഥാർത്ഥ ജീവിതത്തിലേക്കും കാര്യങ്ങൾ മാറാനുള്ള ആദ്യ ചുവടുവെപ്പായി നമുക്ക് എച്ച് വിനോദിൻ്റെ ഈ സിനിമ കാണാം. എന്തായാലും വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റും പ്രധാനപ്പെട്ടതാണ്.